വില കൂടിയ ഒരു ക്യാമറ അല്ലെങ്കിൽ പുതിയൊരു ക്യാമറ മേടിച്ചത് കൊണ്ട് വളരെ പ്രഷ്യസ് ആയ പുതിയൊരു ലെൻസ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഉത്തരം വളരെ ലളിതമാണ്, ഇല്ല. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അരുണേ അല്ലെങ്കിൽ അരുൺ ചേട്ടാ, നിങ്ങൾ സ്ഥിരമായിട്ട് പുതിയ ക്യാമറയുടെയും അതുപോലെ തന്നെ പുതിയ ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ റിവ്യൂ ഇടുന്ന ആളല്ലേ? ഒരു ഫോട്ടോഗ്രാഫർക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർക്ക് ഈ ഗാഡ്ജറ്റ്സ് മേടിച്ചത് കൊണ്ട് അവർ ഫോട്ടോഗ്രാഫി മെച്ചപ്പെടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനിങ്ങനത്തെ ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നു? നിങ്ങൾ പെയ്ഡ് ആണോ? പുതിയൊരു ക്യാമറ അല്ലെങ്കിൽ പുതിയൊരു ലെൻസ് പർച്ചേസ് ചെയ്തത് കൊണ്ട് നിങ്ങളെ ഫോട്ടോഗ്രാഫി ഇംപ്രൂവ് ചെയ്യില്ല എന്നല്ല ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോഗ്രാഫറോ ആയിട്ട് മാറില്ല എന്നാണ്. പുതിയൊരു ക്യാമറ എന്ന് പറഞ്ഞ ഒരു പുതിയ പീസ് ഓഫ് ടെക്നോളജിയാണ്. അതായത് പുതിയൊരു ക്യാമറ ഇറക്കുമ്പോൾ ക്യാമറയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല. സാധാരണഗതിയിൽ അതിന്റെ സെൻസർ ഇപ്പോൾ ഒരു ഫുൾ ഫ്രെയിം സെൻസർ ആണ്, ഫുൾ ഫ്രെയിം സെൻസർ ആണ്. അതിന്റെ പ്രൊസസറിൽ വരുന്ന അഡ്വാൻറ്റേജസും അതുപോലെ അതിന്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിലും മറ്റുള്ള ടെക്നോളജിയിലും വരുന്ന അഡ്വാൻറ്റേജസുമാണ് പുതിയൊരു ക്യാമറയുടെ അടിത്തറ. അങ്ങനെ ഒരു പീസ് ഓഫ് ടെക്നോളജി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി എളുപ്പമാകുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല മിറർലെസ് ക്യാമറ ഉണ്ടെന്ന് ഇരിക്കും. അതിന് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ആ അപ്ഡേറ്റഡ് ആയ ക്യാമറയിൽ നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാളും വളരെ സീരിയസ് ആയ വളരെ പ്രിസൈസ് ആയ ഒരു ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കും. ഇൻ കേസ് നിങ്ങളൊരു വെഡിങ് ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ നിങ്ങളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറോ സ്പോർട്സ് ഫോട്ടോഗ്രാഫറോ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഓട്ടോ ഫോക്കസിന്റെ കേപ്പബിലിറ്റി, ആ പുതിയ ഓട്ടോ ഫോക്കസ് അൽഗോരിതം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ക്യാമറക്ക് അല്ലെങ്കിൽ ഒരു ലെൻസിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, എത്രമാത്രം ഈ പുതിയൊരു ഗിയർ അല്ലെങ്കിൽ പുതിയൊരു ക്യാമറ അല്ലെങ്കിൽ പുതിയൊരു ഗാഡ്ജറ്റ്, ഫോട്ടോഗ്രാഫി ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആക്സസറി നിങ്ങളുടെ വർക്കിന് അല്ലെങ്കിൽ ഈവൻ നിങ്ങളൊരു പാഷൻ ആണെങ്കിലും അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളൊരു പ്രൊഫഷണൽ ക്യാമറ വാങ്ങിയാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആകുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ പർച്ചേസിന് മുതിരുന്നതെങ്കിൽ ഐ വിൽ സേ നോ, ഒരു കാരണവശാലാവില്ല. കാരണം ഫോട്ടോഗ്രാഫി ഈസ് ആൻ ആർട്ട്, ഫോട്ടോഗ്രാഫി ഈസ് എ സ്കിൽ. ഒരു ആർട്ടും ഒരു സ്കില്ലും, അതായത് ഒരു കലാരൂപവും ഒരു കഴിവൊക്കെ ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ there should be learning and there should be practice.